പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദി അണ്ടർടേക്കർ എന്ന ഇതിഹാസ താരം ഇക്കഴിഞ്ഞ ദിവസം കൊടുത്ത ഇൻ്റർവ്യൂവിൽ കോഡി റോഡ്സ് ഹീലായാലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചും ലുഡ്വിഗ് കൈസർ എന്ന റെസ്ലറിൻ്റെ ഭാവിയെ സംബന്ധിച്ചും ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ്. അതുപോലെ ബ്ലഡ് ലൈനിലേക്ക് ഇനി വരാൻ പോകുന്ന പുതിയ മെമ്പർ ആരായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ദി അണ്ടർടേക്കർ എന്ന ഇതിഹാസ WWE താരം ഇക്കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലുഡ്വിഗ് കൈസർ എന്ന് പറയുന്ന ഇമ്പീരിയം ടീമിലെ അംഗത്തെ സംബന്ധിച്ച് ടേക്കർ പറഞ്ഞ അഭിപ്രായത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൈസർ എന്ന റെസ്ലറിന് കൃത്യമായിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ മുന്നിലുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ നിലവിലെ ഹീൽ ക്യാരക്ടർ അദ്ദേഹം ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം റിങ്ങിലേക്ക് വന്ന് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കാണികളെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ലുഡ്വിഗ് കൈസറിന് ഒരിക്കലും പിന്നിലേക്ക് നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അണ്ടർടേക്കർ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ ലുഡ്വിഗ് കൈസറിൻ്റെ പേര് എടുത്തു പറയാനുള്ള കാരണം അണ്ടർടേക്കറിനെ ലുഡ്വിഗ് കൈസറിനെ പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണെന്നും ടേക്കർ പറയുന്നുണ്ട്. ഗുന്തർ എന്ന റെസ്ലറിൻ്റെ അടുത്ത് നിന്ന് ലുഡ്വിഗ് കൈസർ മാറേണ്ട ഒരു സമയമായി എന്നുള്ളതും ഇൻഡിവിജ്വലായി ലുഡ്വിഗ് കൈസർ മുന്നോട്ട് പോകേണ്ട ഒരു നിമിഷമാണ് ലുഡ്വിഗ് കൈസറിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അണ്ടർടേക്കർ പറയുന്നുണ്ട്. അപ്പോൾ ലുഡ്വിഗ് കൈസർ നിലവിൽ ഒരു വില്ലനാണ്. അപ്പോൾ ആ വില്ലൻ ക്യാരക്ടർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ടേക്കർ പറയുന്നത്. കാരണം ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായി ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ലുഡ്വിഗ് കൈസറിനെ സംബന്ധിച്ച് ടേക്കർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അണ്ടർടേക്കർ പങ്കുവെക്കുന്ന അഭിപ്രായം നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ കോഡി റോഡ്സിനെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സ് നിലവിൽ ഒരു ഫേസ് ക്യാരക്ടറായി നിന്നുകൊണ്ട് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കോഡി റോഡ്സ് WWEയിലേക്ക് 2022 തിരികെ വന്നതിന് ശേഷം ഇപ്പോൾ വരെ കോഡി റോഡ്സ് ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ നായകൻ ടൈപ്പ് റോളുകൾ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ നമ്മൾ കണ്ട കോഡി റോഡ്സിൻ്റെ ഈ ഫേസ് ക്യാരക്ടറിനേക്കാൾ മികച്ച പെർഫോമൻസ് കോഡി റോഡ്സിന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുക അദ്ദേഹം ഹീൽ ടേൺ ആയതിനു ശേഷം ഹീൽ ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആയിരിക്കും എന്നുള്ളതാണ് അണ്ടർടേക്കർ കോഡി റോഡ്സിനെ സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ അണ്ടർടേക്കറുടെ ഈ ഒരു അഭിപ്രായത്തോട് എൻ്റെ ഒരു അഭിപ്രായം കൂട്ടിച്ചേർക്കാനുള്ളത് നിലവിൽ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ കോഡി റോഡ്സ് കമ്പനിയുടെ ഒരു ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. പെട്ടെന്നൊന്നും കോഡിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഹീലായി മാറാൻ സാധിക്കില്ല. അങ്ങനെ പെട്ടെന്ന് ഹീലായാലും ആരാധകർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളിൽ കൂടി കോഡി ഇത്തരത്തിൽ ഫേസ് ക്യാരക്ടറായി മുന്നോട്ട് പോകും. എന്നാൽ കോഡി റോഡ്സിൻ്റെ മികച്ച വർക്ക് നമുക്ക് AEWയിലും ROHയിലും ഒക്കെ ഹീലായിട്ട് കാണാൻ സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വില്ലനായാൽ മറ്റൊരു തലത്തിൽ വർക്ക് ചെയ്യുമെന്നുള്ളത് നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതാണ്. അത് WWE എത്തുമ്പോൾ WWE സ്റ്റൈലിൽ കോഡി റോഡ്സ് എങ്ങനെ വർക്ക് ചെയ്ത് കാണിക്കുമെന്നുള്ളതും ഈ ഒരു അമേരിക്കൻ നൈറ്റ് ക്യാരക്ടറിൽ നിന്ന് നമ്മൾ കാണേണ്ടതാണ്. കോഡി റോഡ്സ് ഈ WWE തിരിച്ചുവരവ് നടത്തുന്നതിന് മുൻപ് WWEയിൽ ഒരു ഹീലായിട്ട് നിന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അമേരിക്കൻ നൈറ്റ് എന്ന ക്യാരക്ടറിൽ WWEയിൽ അദ്ദേഹം ഇതുവരെ ഫേസ് ക്യാരക്ടർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അണ്ടർടേക്കറുടെ അഭിപ്രായ പ്രകാരം കോഡി റോഡ്സിൻ്റെ മികച്ച ഒരു വർക്ക് നമ്മൾ കാണാൻ ഇരിക്കുന്നത് അത് ഹീൽ ടേണിന് ശേഷം ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് ബ്ലഡ് ലൈൻ ഫാക്ഷനെ സംബന്ധിച്ചുള്ളതാണ്. ബ്ലഡ് ലൈനിലേക്ക് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ 4ാമത്തെ മെമ്പറായി ജേക്കബ് ഫാറ്റു കൂടി കയറി വരുമ്പോൾ ബ്ലഡ് ലൈൻ ഒന്നും കൂടി സ്ട്രോങ് ആകുന്നതാണ് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. ഇനി ബ്ലഡ് ലൈനിലേക്ക് ആര് വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് 2 സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഊസോസിൻ്റെയും സോളോ സിക്കോവയുടെയും അച്ഛനായ റിക്കിഷി പങ്കുവെച്ച ഒരു ട്വീറ്റാണ്. നെക്സ്റ്റ് ഇൻ ലൈൻ, അടുത്തത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ഇതിന് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിക്കിഷി ഇട്ട ഒരു ട്വീറ്റാണ്. അപ്പോൾ അടുത്തത് ആര്, റിക്കിഷിയുടെ ഇനിയുള്ള മക്കളിൽ ആരെങ്കിലും വരുമോ അതോ റിക്കിഷിയുടെ കസിൻസിൽ ആരെങ്കിലും ബ്ലഡ് ലൈനിലേക്ക് വരുമോ ഒരു ചർച്ച നിലവിൽ റെസ്ലിംഗ് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൂചന എന്താണെന്ന് വെച്ചാൽ ഉമാഗയുടെ മകനാണ് യുവതാരമായ സില ഫാറ്റു പങ്കുവെച്ച ട്വീറ്റ് ഒരു ബ്ലഡിൻ്റെയും ഇമോജിയും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്വീറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരും ബ്ലഡ് ലൈനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സില ഫാറ്റു ഇപ്പോൾ കുറച്ച് മാസമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയർ ആരംഭിച്ചിട്ട്. ഉമാഗയുടെ മകനായതുകൊണ്ട് തന്നെ WWE താരത്തിന് എത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള ഒരു പോയിൻ്റ് അല്ല. കാരണം
ഇപ്പോൾ സമോവൻ ഫാമിലിയാണ് ബ്ലഡ് ലൈനിലൂടെ ഇപ്പോൾ കത്തിക്കയറി WWE ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. കൂടാതെ ഉമാഗ മുൻ WWE സൂപ്പർ സ്റ്റാറും ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ജില ഫാറ്റുവിനെയും നമുക്ക് വൈകാതെ WWE കാണാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. അപ്പോൾ പുതുതായി വരാൻ പോകുന്ന ഈ ബ്ലഡ് ലൈനിലെ മെമ്പേഴ്സ് അത് എന്തായാലും ബ്ലഡ് ലൈനിൽ ആ ഒരു കുടുംബ കണക്ഷൻ ഉള്ളവർ തന്നെയായിരിക്കുമെന്നും സാമി സൈനെ പോലെ ഒരു ഔട്ട്സൈഡർ ഈ അടുത്തൊന്നും ബ്ലഡ് ലൈനിലേക്ക് വരില്ല എന്നുള്ളതും 100% ഉറപ്പായിരിക്കുന്നു. എന്നാൽ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റോമൻ റെയിൻസ് ഊസോസ് ഇവരുടെ ഒരു റീയൂണിയനും ഇപ്പോഴുള്ള ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറിയും ആണ്. അത് വൈകാതെ കാണാൻ സാധിക്കും എന്നുള്ളൊരു റൂമേഴ്സും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബ്ലഡ് ലൈനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.